ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയുള്ള വികാരത്തെക്കുറിച്ചാണ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞത. പലരും കരുതുന്നത് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പറയേണ്ട ഒന്നാണ് നന്ദി. എന്നാൽ സത്യമതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ള നന്മകളെ അംഗീകരിക്കുക എന്നതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ, സെറാട്ടോണിൻ എന്നീ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുകയും ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന് ഒരു ലളിതമായ നിയമമുണ്ട്. നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പരാതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ എനിക്ക് ശ്വാസം നൽകിയതിന് നന്ദി എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയുമ്പോൾ ജീവൻ നിലനിർത്താനുള്ള പോസിറ്റീവ് എനർജി പ്രപഞ്ചം നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നു. കൃതജ്ഞത എന്നത് ഒരു വികാരമല്ല, അതൊരു മാഗ്നറ്റിക് പവറാണ്. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതിന് പകരം ഉള്ള കാര്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ ഉപബോധ മനസ്സ് ഒരു റെക്കോർഡിംഗ് മെഷീൻ പോലെയാണ്. നമ്മൾ ദിവസവും പറയുന്ന വാക്കുകളും വികാരങ്ങളും അത് ശേഖരിച്ചു വെക്കുന്നു. ഭൂരിഭാഗം ആളുകളും എനിക്കതില്ല, ഇതില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. പരാതി പറയുന്ന ഒരു മനസ്സിന് സമൃദ്ധി കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം പരാതി എന്നത് ദാരിദ്ര്യത്തിന്റെ വികാരമാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്തവയിൽ നിന്ന് ഉള്ളവയിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് ഒരു വലിയ വീട്ടിലായിരിക്കാം, പക്ഷേ സുരക്ഷിതമായി ഉറങ്ങാനൊരു ഇടമുണ്ടല്ലോ, അതിന് നന്ദി പറയൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ ഇല്ലായിരിക്കാം, പക്ഷേ ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ പണമുണ്ടല്ലോ, അതിന് നന്ദി പറയൂ. ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഹൈ വൈബ്രേഷൻ അവസ്ഥയിലേക്ക് മാറുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായിരിക്കും. ബന്ധങ്ങളിൽ പ്രശ്നമുള്ളവർ പങ്കാളിയുടെ കുറവുകൾ നോക്കുന്നതിന് പകരം അവർ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് നന്ദി പറഞ്ഞു നോക്കൂ. ആ ബന്ധം അത്ഭുതകരമായി മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയും, ശരി, നിനക്ക് ഇതിന്റെ മൂല്യം അറിയാം, അതുകൊണ്ട് ഞാൻ നിനക്ക് കൂടുതൽ നൽകുന്നു. പരാതികളെ ഉപേക്ഷിക്കുക, കൃതജ്ഞതയെ പുണരുക. ഇതാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി. സിദ്ധാന്തങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അവ പ്രാവർത്തികമാക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കൃതജ്ഞത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ 3 ലളിതമായ വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസം നടന്ന ഏറ്റവും നല്ല 5 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. അത് വളരെ ചെറിയ കാര്യമാകാം, ഒരു സുഹൃത്തിനെ വിളിച്ചതാകാം, ഒരു നല്ല ചായയാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഒരു അഭിനന്ദനമാകാം. എഴുതുമ്പോൾ ആ നിമിഷം വീണ്ടും അനുഭവിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് ദി മാജിക് റോക്ക് വിദ്യയാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ കല്ല് എപ്പോഴും കയ്യിലോ പോക്കറ്റിലോ കരുതുക. ആ കല്ലിൽ തൊടുമ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നന്മയോർത്ത് നന്ദി പറയുക. ഇത് നിങ്ങളെ എപ്പോഴും പോസിറ്റീവ് എനർജിയിൽ നിലനിർത്തും. മൂന്നാമത്തെ വിദ്യ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ അവയവങ്ങൾക്ക് നന്ദി പറയുക. കാണാൻ കഴിയുന്ന കണ്ണുകൾക്ക്, കേൾക്കാൻ കഴിയുന്ന ചെവികൾക്ക്, മിടിക്കുന്ന ഹൃദയത്തിന്, ഇങ്ങനെ ഓരോന്നിനും നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ പോസിറ്റീവായി മാറും. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സൗകര്യങ്ങളെല്ലാം ഒരു ഡിഫോൾട്ടായി ലഭിച്ചതാണെന്ന് കരുതി അവഗണിക്കുന്നു. എന്നാൽ ഇവ നഷ്ടപ്പെടുമ്പോഴാണ് അവയുടെ മൂല്യം നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഉള്ളപ്പോൾ തന്നെ നന്ദി പറയുക. ഈ പരിശീലനങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മുടെ 4 ദിവസത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ലക്ഷ്യം നൽകുകയാണ്. വെറുതെ വീഡിയോ കണ്ടു പോകുന്നതല്ല, അത് ജീവിതത്തിൽ പകർത്തുന്നതാണ് ഈ ചലഞ്ചിന്റെ വിജയം. കൃതജ്ഞത എന്നത് ഒരു ദിവസത്തെ പ്രകടനമല്ല, അതൊരു ജീവിത ശൈലിയാണ്. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം മാന്ത്രികത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് മുതൽ പരാതിപ്പെടാൻ തോന്നുമ്പോൾ ഉടൻ തന്നെ നന്ദി പറയാൻ 3 കാര്യങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ അപ്പോൾ തന്നെ മാറ്റും. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാ. ഇന്ന് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി തുടങ്ങുക. അതിൽ നിങ്ങളുടെ ജീവിതത്തിലെ 10 പ്രധാന നന്മകൾ എഴുതുക. ഓരോന്ന് എഴുതുമ്പോഴും ആത്മാർത്ഥമായി 3 തവണ
നന്ദി 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 എന്ന് പറയുക. ഈ 7 ദിവസത്തെ യാത്ര നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.